the 4 most important words. What do you think? 4 പ്രധാനപ്പെട്ട വാചകങ്ങൾ. What do you think? നിനക്ക് എന്നാ തോന്നുന്നതെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചോദിച്ചിട്ടില്ല. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ ഭരണമല്ല. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസ് 3:7 പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. എന്നതാടി മോളെ നിന്റെ അഭിപ്രായം? അച്ഛൻ്റെ അഭിപ്രായം എന്നാന്ന് പരസ്പരം ചോദിക്കാൻ, ഈ 4 വാക്കുകൾ ചോദിക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. ഉദാഹരണത്തിന്, ഐ റിയലി വാണ്ട് ടു ഹിയർ യുവർ പെർസ്പെക്റ്റീവ്. ഇതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ ഒരിക്കലും മറക്കരുത്. ഹിറ്റ്ലർ അപ്രോച്ച് അരുത്. പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. യോസഫിനെയും ആസ്നത്തിനെ നോക്കിക്കേ. ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് ഒറിജിൻ. എ മാൻ വിത്ത് ലോട്ട് ഓഫ് ഡ്രീംസ് ആൻഡ് ഡിസിപ്ലിൻ. യോസഫിനെ കുറിച്ച് പറയാം. ചില വേദപഠിതാക്കൾ പറയുന്നു, കുഞ്ഞുങ്ങൾക്ക് പേരിട്ടപ്പോൾ മനശ്ശെ, എഫ്രീം, ഫോർഗെറ്റ്ഫുൾ, ഫ്രൂട്ട്ഫുൾ എന്നൊക്കെയാ പേരിട്ടത്. ലുക്ക് അറ്റ് ദ ഇമ്പാക്ട് ഓഫ് എ ഹസ്ബൻഡ്. ആ ഭർത്താവിന്റെ സ്വാധീനം അവിടെ കാണാൻ കഴിയും. ലുക്ക് അറ്റ് ബോവസ്. ബോവസ് രൂത്തിനോട് പറഞ്ഞ വാചകം വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡിവൈൻ ഇമാജിനേഷനിൽ പറയാം, നിന്റെ ജീവിതത്തിൽ വീണ്ടെടുപ്പുകാരനായി ഞാൻ വന്നതുകൊണ്ട് നിന്റെ ചരിത്രം മാറും. നിങ്ങൾക്ക് പരസ്പരം പറയാൻ കഴിയണം, റൂഹ, സഞ്ജു, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയതുകൊണ്ട് നിങ്ങളുടെ ചരിത്രം ക്രിസ്തുവിൽ മാറുമെന്ന് പറയാൻ എല്ലാ കാലത്തും നിങ്ങൾക്ക് കഴിയണം.